കള്ളുകൂടിയന്മാരുടെ കുമ്പസാരം എനിക്കിനി കേൾക്കാൻ വേണ്ട. അയ്യോ മാഡം പ്ലീസ്, എന്നെ കള്ളുകൂടിയാനൊന്നും വിളിക്കല്ലേ. എനിക്കത് സഹിക്കാൻ പറ്റില്ല. കുടിച്ച് വെളിവില്ലാതെ വന്നിട്ട് ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ രാജു? ദേ, എനിക്കൊരു കാര്യം അഡ്വാൻസ് ആയിട്ട് പറയാനുണ്ട്. കുടിച്ച് ഓടയിൽ വീഴുന്ന ദിവസം മുൻപ് എന്നെ ഒന്ന് അറിയിച്ചേക്കണം. മാഡം എനിക്കേ ഈ സ്റ്റേറ്റ് വിട്ട് പോവാനാ. മാഡം 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 പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്കൊരു അബദ്ധം പറ്റിയതാ. ഞാൻ അറിഞ്ഞുകൊണ്ട് കള്ളു കുടിച്ചതല്ല. പിന്നെ അതൊക്കെ പിന്നെ പറയാം മാഡം. ഇപ്പൊ എന്താ പറയാൻ മടി? മാഡം അത് ഇങ്ങനെ എന്നെ അടിക്കാൻ ഒരു വടി കിട്ടിയിരിക്കുന്ന സമയത്ത് മാഡത്തിനോട് ഞാൻ എന്ത് പറഞ്ഞാലും മാഡം അത് വിശ്വസിക്കില്ല. നുണ പറഞ്ഞാലൊന്നും ഞാൻ വിശ്വസിക്കില്ല. മാഡം പ്ലീസ്, ഞാൻ മാഡത്തോടെ നല്ല, ഞാൻ ആരോടും നുണ പറയില്ല. എന്നിട്ടാണ് അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് എന്നെ കല്യാണം കഴിച്ചെന്നുള്ള സത്യം പറയാതിരുന്നത് അല്ലേ? മാഡം എന്നിങ്ങനെ ഇൻസൾട്ട് ചെയ്യല്ലേ പ്ലീസ്. ഞാൻ മാഡത്തോട് ഇന്നലെ എന്റെ ഹൃദയം തുറന്ന് സംസാരിക്കാനാ വന്ന. അതെന്റെ കഷ്ടകാലത്തിന് ഫ്ലോപ്പായി പോയി. മാഡം, മാഡം കരുതുന്ന പോലെ ഒരാളല്ല ഞാൻ. എനിക്ക് മാഡത്തിനോടുള്ള പ്രണയത്തെപ്പറ്റി ഇപ്പൊ തന്നെ അങ്ങ് തുറന്ന് പറഞ്ഞേക്കാം. ഇനി അത് വെച്ച് താമസിപ്പിക്കണ്ട. ഇതെന്താ ഇവിടെ പ്രസംഗിക്കാൻ പോവാണോ? അല്ല മാഡം, ഇനി ഞാൻ പറയാൻ പോകുന്നത് മാഡം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യ. എനിക്ക് ഒന്നും കേൾക്കണ്ട. രാജുവിന്റെ സ്വഭാവമൊക്കെ എനിക്കറിയാം. മാഡം ഞാനൊന്ന് പറഞ്ഞോട്ടെ. രാജുവിന്റെ വീട്ടുകാരുടെ മുൻപില് നമ്മൾ തമ്മിൽ ഒരു പ്രശ്നമില്ലാന്ന് വരുത്തണം. അത്രയല്ലേ ഉള്ളൂ. അതിന് ഞാനൊരു പരിഹാരം ഉണ്ടാക്കിക്കോളാം. ആക്ട് ചെയ്ത പോരെ? അത് ഞാൻ ഏറ്റു. നമ്മൾ തമ്മില് വളരെ ഹാപ്പിയായ മാരേജ് ലൈഫാണെന്ന് കാണിക്കാൻ എല്ലാവരുടെ മുൻപിൽ വളരെ നാച്ചുറലായ ആക്ടിങ്. അതുപോലെ ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. എവിടെയാണെങ്കിലും എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ എന്റെ അമ്മയെ കണ്ടുപിടിക്കും. എന്നിട്ട് അമ്മയോട് ചോദിക്കാനുള്ളത് ഞാൻ എന്റെ അമ്മയുടെ മുഖത്ത് നോക്കി ചോദിക്കും. എന്തിനായിരുന്നു എന്നെ ഇഷ്ടമില്ലാത്ത ഒരാളിനോട് എന്നെ കല്യാണം കഴിക്കാൻ നിർബന്ധിച്ചതെന്ന്? മാഡം, മാഡത്തെ എനിക്ക് ഇഷ്ടമല്ലെന്ന് മാഡത്തിനോട് ആരാ പറഞ്ഞ്? ഇനി ആര് പറയണം? ഇനി എനിക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. ഇത്രയും നാളും ഞാൻ എന്റെ അച്ഛനെ ഇംപ്രസ് ചെയ്ത് ജീവിച്ചു. പിന്നെ പ്രണയം തോന്നിയവന്റെ താല്പര്യം അനുസരിച്ച് ജീവിച്ചു. അങ്ങനെ എല്ലാവരെയും സ്നേഹിച്ച് ജീവിച്ചു. എന്നെ ഞാൻ തന്നെ അവഗണിച്ചു. ഇനി അങ്ങനെ ഉണ്ടാവില്ല. അകലേ നോവിനാലേ